രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥ. നിലത്ത് കുത്തുമ്പോൾ ഉപ്പൂറ്റിൽ നിന്ന് വേദന തറച്ച് മുകളിലേക്ക് കയറുക. കുറച്ചൊന്ന് നടന്നു കഴിയുമ്പോൾ ആ വേദന മെല്ലെ കുറയും. പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുത്ത് വീണ്ടും എഴുന്നേൽക്കുമ്പോൾ സെയിം വേദന അനുഭവപ്പെടുക. ഈ ഒരു കണ്ടീഷനായിട്ട് ഒരുപാട് പേഷ്യൻസ് ഒ പിയിൽ വരാറുണ്ട്. ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപ്പൂറ്റി വേദനയെക്കുറിച്ചാണ്. മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ പ്ലാന്റാർ ഫസൈറ്റിസ്. അതായത് നമ്മുടെ പാദത്തിൻ്റെ അടിയിലായിട്ട് ഉപ്പൂറ്റിയിൽ നിന്ന് വിരലിലേക്ക് ഒരു ഫേഷ്യ കണക്റ്റഡ് ആണ്. അതായത് ഒരു ഹാർഡ് ബാൻഡ്. ഈ ബാൻഡിൽ വരുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫസൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഉറങ്ങുന്നു, രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആയിരിക്കും ഈ ഒരു വേദന, കാല് നിലത്ത് കുത്തുമ്പോഴായിരിക്കും ഈ ഒരു വേദന കൂടി നിൽക്കുക. ഈ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് വരുന്ന സമയത്ത് ഈ ഫേഷ്യ ചുരുങ്ങിയിരിക്കും. പിന്നെ നിങ്ങൾ നിലത്ത് കുത്തുന്ന സമയത്ത് ഈ ഫേഷ്യ മെല്ലെ വികസിക്കും. ആ വികസിക്കുമ്പോഴുള്ള വേദനയാണ് ആദ്യത്തെ ആ ഒരു വേദന, കാല് നിലത്ത് കുത്തുമ്പോൾ തന്നെയുള്ള ഒരു വേദന. പിന്നെ നടന്നു കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. എന്നാൽ എല്ലാ വേദനയും ഈ ഒരു നീർക്കെട്ടിൻ്റെ വേദനയല്ല. വേറെ 2 കണ്ടീഷന് കൂടി ആ ഒരു ഭാഗത്ത് വരുന്നതുണ്ട്. അതായത് അക്കേലസ് ടെൻഡനൈറ്റിസ്. നമ്മുടെ മുട്ടിൻ്റെ ബാക്കിൽ നിന്ന് ഒരു ടെൻഡൻ, ഒരു മസില് നമ്മുടെ ഉപ്പൂറ്റിയിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഈ ടെൻഡനിൽ വരുന്ന ഇൻഫ്ലമേഷൻ കാരണവും വേദനയുണ്ടാവും. അത് ബേസിക്കലി ഉണ്ടാവുക നമ്മുടെ ഉപ്പൂറ്റീൻ്റെ മേളിലായിട്ടായിരിക്കും. വേറൊരു കണ്ടീഷനാണ് കാൽക്കേനിയസ് സ്പെർ, അതായത് എല്ല് വളർച്ച. അത് നമുക്ക് എക്സ്റേയിലൂടെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു ഉപ്പൂറ്റിയുടെ അവിടെ നിന്നായിട്ട് ചെറിയ രീതിയിൽ എല്ല് വളർന്നിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻറ്റ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ ആ ഭാഗം പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവർ കാല് വലിക്കും, അത്രയ്ക്കും വേദനയായിരിക്കും. ഇനി ഒരു പ്ലാന്റാർ ഫസൈറ്റിസ് ആർക്കൊക്കെയാണ് ഉണ്ടാവുന്നത്? ആദ്യമേ എടുത്തു പറയാം, കൂടുതൽ നേരം നിൽക്കുന്നവരിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഈ ഒരു പ്ലാന്റാർ ഫസൈറ്റിസ് വേറെ ഒരു പേരാണ് പോലീസ്മാൻ ഹീൽ അല്ലെങ്കിൽ പോലീസ്മാൻ ഫുട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. പോലീസ്മാൻ, അതുപോലത്തെ ട്രാഫിക് പോലീസ്, ടീച്ചേഴ്സ്, നേഴ്സ്, ഇവരിലൊക്കെയാണ് ഈ ഉപ്പൂറ്റി വേദന കൂടുതലായിട്ടും വരിക. കാരണം നമ്മളുടെ ബോഡിയുടെ വെയിറ്റ് ഫുള്ള്, അതായത് പ്രഷർ ഫുള്ള് കാലിലേക്കാണ് വരുന്നത്. അപ്പം വെയിറ്റ് കൂടുതലുള്ളവരിലും നിൽക്കുന്നവരിലും ഈ ഒരു ഉപ്പൂറ്റിയിൽ നീർക്കെട്ട് വരാം. നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് തൈറോയിഡ് അല്ലെങ്കിൽ ഡയബറ്റിസ്, യൂറിക് ആസിഡ് ഉള്ളവരിലും ഉപ്പൂറ്റി വേദന ഉണ്ടാവും. പിന്നെ വാദത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരിലും ഉപ്പൂറ്റി വേദന കാണാം. കൂടുതലായിട്ടും സ്ത്രീകളിലാണ് ഉപ്പൂറ്റി വേദന കാണാറ്. അതുപോലെ തന്നെ 40 വയസ്സിന് കൂടുതലുള്ളവരിലാണ് ഉപ്പൂറ്റി വേദന കോമൺ ആയിട്ട് കാണുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് പ്ലാന്റാർ ഫസൈറ്റിസ്, അതായത് നീർക്കെട്ടാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്? അതായത് 2 ലക്ഷണം വെച്ച് നമുക്കിത് കൺഫേം ആക്കാം. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നീർക്കെട്ട് കാരണം ചുരുങ്ങിയിരിക്കുന്ന ഫേഷ്യ വികസിക്കുമ്പോൾ, അതായത് കാല് നിലത്ത് കുത്തുമ്പോൾ നിങ്ങൾ റെസ്റ്റ് ചെയ്ത് ഇപ്പം രാത്രി കിടന്നുറങ്ങി രാവിലെ കട്ടിൽ നിന്ന് കാല് നിലത്തെടുത്ത് കുത്തുമ്പോഴായിരിക്കും വേദന അനുഭവപ്പെടുക. പിന്നെ നടന്നു കഴിയുമ്പോൾ അത് ഓക്കെ ആവും. പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുത്ത് വീണ്ടും കാല് കുത്തുമ്പം സെയിം സ്പോട്ടിൽ വേദന അനുഭവപ്പെടും. രണ്ടാമത്തെ ലക്ഷണമാണ്, അതായത് നമുക്ക് ഐഡൻറ്റിഫൈ, അത് കൺഫേം ആക്കാനുള്ള രണ്ടാമത്തെ ലക്ഷണമാണ് ആ ഒരു പെയിൻ സ്പോട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് തൊട്ട് കാണിക്കാൻ പറ്റും എവിടെയാണ് വേദന ഉള്ളതെന്ന്. ഈ ഒരു 2 ലക്ഷണം വെച്ചിട്ട് നമുക്കത് പ്ലാന്റാർ ഫസൈറ്റിസ് ആണോ അല്ലെങ്കിൽ അക്കേലസ് ടെൻഡനൈറ്റിസ് ആണോ കാൽക്കേനിയസ് സ്പെർ ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പം ബാഡ് പോസ്റ്റർ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത്. അതായത് ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നവരിൽ, പിന്നെ ഫ്ലാറ്റ് ആർച്ച് ഉള്ളവരിൽ, ഇവർക്കൊക്കെ ഈ ഒരു നീർക്കെട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഈ ഒരു പ്ലാന്റാർ ഫസൈറ്റിസ് ഉപ്പൂറ്റി വേദന ഉള്ളവർ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 1 എന്ന് പറയുന്നത് വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ്. വെയിറ്റ് കുറയ്ക്കുക. കാരണം ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് കൂടുന്നത് കാരണമാണ് ഈ ഒരു വേദന കൂടി നിൽക്കുന്നത്. നമ്മുടെ ബോഡി ഫുള്ള് താങ്ങുന്നത്, നമ്മുടെ ബോഡി വെയിറ്റ് ബെയർ ചെയ്യുമ്പോൾ പ്രഷർ താഴേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൗണ്ടർ ആക്ഷനായിട്ട് ഗ്രൗണ്ട് ഒരു ഫോഴ്സ് കൊടുക്കും. അതിനെയാണ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ഉപ്പൂറ്റി വേദനയുടെ ബേസിക് റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. അതായത് ഫ്ലെക്സിങ് എക്സസൈസ്, കാലിൻ്റെ പാദത്തിന് ഫ്ലെക്ഷൻ. നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കാല് ബെഡിൽ നിന്നൊന്ന് ഫ്ലെക്സ് ചെയ്തിട്ട് നിങ്ങൾ എഴുന്നേറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേദന അനുഭവപ്പെടില്ല. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റബ്ബർ ചെരുപ്പ്. അതായത് വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗ്രാനൈറ്റ്, മാർബിളൊക്കെ ആയിരിക്കും വീട്ടിൽ. അപ്പോൾ നിങ്ങൾ
ചെരുപ്പിടാതെ നിന്ന് കഴിഞ്ഞാൽ തണുപ്പ് കാരണം ആ ഒരു നീർക്കെട്ട് കൂടുകയുള്ളൂ. നിങ്ങൾ റബ്ബർ ചെരുപ്പ്, ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള NCRന്റെ റബ്ബർ ചെരുപ്പ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ വേദന കുറയ്ക്കാൻ പറ്റിയൊരു മെത്തേഡാണ് ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രഷൻ. അതായത് ഇളം ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് കാലൊരു 15 സെക്കൻഡ് മുക്കി വെക്കുക. ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ തണുത്ത വെള്ളം, അതായത് ഒരു കുപ്പി നിങ്ങൾ കുപ്പിയിൽ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെക്കുക. അത് ഫ്രീസായി കഴിയുമ്പോൾ ആ കുപ്പി നിലത്തിട്ടിട്ട് നിങ്ങൾക്ക് ഏത് കാലിനാണോ പെയിൻ കൂടുതൽ ആ കാലിൽ നിങ്ങൾ സോക്സ് ധരിക്കുക. എന്നിട്ട് ഈ ഒരു കുപ്പി നിലത്തിട്ടിട്ട് അത് റോൾ ചെയ്യുക ഒരു 15 സെക്കൻഡ്. ഇങ്ങനെ നിങ്ങൾ മാറി മാറി ചെയ്യുക. ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രഷൻ കൊടുക്കുക. ഇത് ഒരു പരിധി വരെ നിങ്ങളുടെ പെയിന് റെഡ്യൂസ് ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഈ ഒരു പെയിൻ കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻസ് എടുക്കുക, അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ. ഇപ്പോൾ ഹോമിയോയിലാണെങ്കിൽ ഉപ്പൂറ്റി വേദനയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എപ്പോഴാണ് നിങ്ങൾക്ക് വേദന കൂടുതൽ, അപ്പോൾ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ വേദന കുറയുന്നത്, ഏത് ക്ലൈമറ്റിൽ, ചിലർക്ക് തണുത്ത ക്ലൈമറ്റിൽ വേദന കൂടും, ഏത് ക്ലൈമറ്റിലാണ് കൂടുന്നത്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ ബോഡിക്ക് മാച്ച് ആവുന്ന മെഡിസിൻസ് ആയിരിക്കും തരിക. അതിനായിട്ട് നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് നമ്മളിവിടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത്. നിങ്ങൾക്ക് ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ചികിത്സകളോ ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.